ഹായ്, മലൈക്കോട്ടെ വാലിബൻ രണ്ടാമതും കണ്ടു. ലിജോയുടെ തന്നെ സിനിമകൾ 2 തവണ തിയേറ്ററിൽ പോയി കണ്ടത്. ഒന്ന് ആമേൻ, അങ്കമാലി ഡയറീസ്, ജല്ലിക്കെട്ട്, നൻപകൽ നേരത്ത് മയക്കം, ഇപ്പോൾ ഇതാ മലൈക്കോട്ടെ വാലിബനുമാണ്. ആദ്യം കണ്ട 4 സിനിമകളും ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് രണ്ടാമതും പോയി കണ്ടതാണ്. മലൈക്കോട്ടെ വാലിബൻ എന്തുകൊണ്ട് കണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം കണ്ട വർക്കായില്ല എന്ന് പറഞ്ഞാൽ റിവ്യൂ ഇട്ടതിന് ശേഷം പല ആളുകൾ, എന്നെ അടുത്തറിയുന്ന പല ആളുകൾ വിളിച്ചിട്ട് നീ രണ്ടാമതൊന്ന് കണ്ടു നോക്ക്, കുറച്ചുകൂടെ വർക്കാകും എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരവും, പിന്നെ ഇതിൻ്റെ കുറേ ഡീഗ്രേഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഒന്നുകൂടെ കാണണം എന്ന് തീരുമാനിച്ച് തന്നെ കണ്ടതാണ്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ വാലിബൻ്റെ ഇൻട്രോ സീനും എൻ്റെ ഡയലോഗൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇത്തവണ അങ്ങനെയായിരുന്നില്ല. ഇത്തവണ അതിലെ പ്രണയം, അതുപോലെ തന്നെ മാങ്ങോട്ട് കളരി, ആ ഭാഗങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ രസകരമായി തോന്നിയത്. അതിൽ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടെ രസകരമായിട്ട് തന്നെ സിനിമ തോന്നുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് സിനിമ എങ്ങനെ ആളുകൾ എങ്ങനെ കാണുന്നു അത് അങ്ങനെയൊന്നുമല്ല, നമുക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിത്തുകൾ, അതേപോലെ തന്നെ പോപ്പാർട്ടിൻ്റെ ഉപയോഗം, സിംബൽസ്, അങ്ങനെ പല കാര്യങ്ങൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. വാലിബൻ ഒരു ക്ലാസിക് സിനിമയൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ലിജോയുടെ ആരാധകർ പറയുമ്പോൾ ഒരു മാസ്റ്റർ പീസ് സിനിമയൊന്നുമല്ല. ഇതൊരു പക്ക കമേഴ്ഷ്യൽ ചിത്രം തന്നെയാണ്, ഒരു വാണിജ്യ സിനിമ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വാണിജ്യ സിനിമകളുടെ ഒരു പാറ്റേണിലല്ല ഈ സിനിമ വന്നിരിക്കുന്നത്, മറ്റൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് വാണിജ്യ സിനിമയാണോ എന്ന് മനസ്സിലാത്തത്. ഇത് കൃത്യമായൊരു ലിജോയുടെ കമേഴ്ഷ്യൽ ചിത്രം തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, രണ്ടാമതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിവ്യൂ മാറ്റി പറയുമോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ലിജോയുടെ ആപ്തവാക്യം തന്നെ ഉൾക്കൊണ്ട് സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് രണ്ടാമത് കണ്ടതിനേറ്റവും സ്റ്റിൽ അതേ അഭിപ്രായം തന്നെയാണ്. അതായത് എനിക്ക് പോർച്ചുഗീസ് പാട്ടിൽ തൊട്ട് രാജീവ് പിള്ളയുടെ ഒരു എൻട്രി വരുന്നു, രാജീവ് പിള്ളയുടെ സ്നേഹനായകൻ്റെ ഒരു എൻട്രി വരുന്ന തൊട്ടിട്ട് ചമതകൻ മരിക്കുന്നവരെയുള്ള അത്രയും ഭാഗത്താണ് എനിക്ക് ആ സിനിമ വർക്കാകാതെ പോയത്. കാരണം അവിടെയൊക്കെ സംഭാഷണങ്ങൾ കൊണ്ടും തിരക്കഥ കൊണ്ടും ഒക്കെ ദുർബലമായി പോകുന്നിടത്ത് വിഷ്വലുകൾ അമിതമാകുമ്പോൾ ഈ വിഷ്വലിൻ്റെ അമിതഭാരം താങ്ങാനാകാതെ കഥ കുറച്ച് ലാഗായി പോകുന്നൊരു പ്രശ്നമുണ്ട്. അതിനെ എന്ന് രാജീവ് പിള്ള ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നൊരു സാധനം, പിന്നെ നീ തീർന്നു എന്ന് പറയുന്നത്, പിന്നെ രജനീകാന്തിൻ്റെ ഡയലോഗായ അങ്കപ്പാറ് കണ്ണ എന്നുപയോഗിച്ച്, പിന്നെ പോർച്ചുഗീസ് റാണി യാ മോനെ എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള സാധനങ്ങൾ, പിന്നെ ആ ചിന്നനും ഈ പെൺകുട്ടിയായിട്ടുള്ള പ്രണയവും, അത് ആ പ്രണയം ഒരു ട്രാൻസ്ജെൻഡർ ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ക്ലിഷേ സാധനങ്ങളും, അവസാനം ചമതകൻ്റെ മരണം വരുന്ന ഭാഗത്താണ് സിനിമ ഇത്തിരി വീക്കായി പോകുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ വീണ്ടും എനിക്ക് വർക്കായില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. സ്റ്റിൽ അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക് സിനിമയെക്കുറിച്ചുള്ളത്. എങ്കിൽ മറ്റ് ചില ഭാഗങ്ങൾ എനിക്ക് ആദ്യം മനസ്സിലാകുന്നതിനേക്കാളും കൂടുതൽ മനോഹരമായി ആസ്വദിക്കാൻ കഴിഞ്ഞു. ഇത്തവണ ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ ആളുകളുണ്ടായിരുന്നില്ല, 10 ആളുകളുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വലിയൊരു ക്രൗഡിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് കമൻറ്റുകളുടെ ഇടയിലൊന്നും കാണാത്തതുകൊണ്ട് കുറച്ചുകൂടെ ആസ്വദിച്ച് കാണാൻ സിനിമ, അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ മുൻവിധികളും ഒരു ക്രോസോവൻ ഫിലിമൊക്കെ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ലിജോയുടെ ഒരു ക്ലാസിക് സിനിമ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് പോയ ഒരാൾക്ക് മറ്റൊരു സിനിമ കിട്ടിയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുപോയി ഇതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് കാണാൻ പോയതുകൊണ്ട് കുറച്ചുകൂടെ ആസ്വദിച്ച് സിനിമ കാണാൻ സാധിച്ചു. മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിച്ചത് പോയതുപോലെ അങ്ങനെ ഒരു സിനിമയല്ല. അതുപോലെ തന്നെ ലിജോയുടെ ഫാൻസ്, ലിജോയുടെ സിനിമകൾ കാണാൻ പോയ ആളുകൾ കാണുന്ന പോലെ ഒരു ക്ലാസിക് സിനിമയോ ഒരു മാസ്റ്റർ പീസ് സിനിമയോ അല്ല ഇത്. മറ്റൊരു തരത്തിലുള്ളൊരു വാണിജ്യ സിനിമ തന്നെയാണ്. എങ്കിൽ ലാൽ ഫാൻസ് അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകർ പറയും പോലെ ഉറക്കക്കുളികയല്ല, ലിജോ ഫാൻസ് പറയും പോലെ ഒരു മാസ്റ്റർ പീസ് സിനിമയുമല്ല. അതിനിടയിൽ നിൽക്കുന്ന ഒരു പക്ക കൊമേഴ്ഷ്യൽ ചിത്രം തന്നെയാണ് വാലിബൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ, നമ്മൾ സ്ഥിരമായിട്ട് കുറേ കറികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ നല്ലൊരു കറി ഉണ്ടാക്കാം, ഞാൻ കുറച്ച് സംഭവം എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അയാൾ കറി ഉണ്ടാക്കിയതിന് ശേഷം വിളമ്പുമ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയി. ഒറ്റയടിക്ക് അതിൽ ആ പരീക്ഷണത്തിൽ വലിയ എന്താ പറയുക, ഒരു പോസിറ്റീവ് കാണാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവരോട് വലിയ സ്നേഹമില്ലാത്തവരോട് ഒറ്റയടിക്ക് ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ കറി കൊള്ളില്ല എന്ന് പറയും. എന്നാൽ ചില ആൾക്കാർ ലേശം ഉപ്പ് കുറഞ്ഞു പോയോ എന്നൊരു സംശയം പറയും. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, ഉപ്പൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ, ഭയങ്കര നന്നായല്ലോ എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കറിയിൽ ലേശം ഉപ്പ് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. സ്നേഹമുള്ളവർ സാരമില്ല എന്നും പറയും, സ്നേഹമില്ലാത്തവർ എന്ത് കറിയാണെന്നും പറയും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് ശ്രമിക്കുന്നവരെ എൻകറേജ് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അത് സത്യമാണ്. നമുക്ക് സിനിമയുടെ മറ്റ് വിശേഷങ്ങൾ കിടക്കാം. സിനിമ ഒരു നാടോടി കഥ പോലെ ദേശമോ കാലമോ ഭാഷയോ ഇല്ലാത്തൊരു സിനിമയാണ്. പുരാണങ്ങളിലെ കഥാപാത്രങ്ങളായ ഭീമസേനൻ, കർണൻ, കുംഭകർണൻ, അഭിമന്യു തുടങ്ങിയ കഥാപാത്രങ്ങളുടെ മിക്സറുകൾ വാലിബനിൽ കാണാം.
അതേപോലെ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന മോഹൻലാൽ സിനിമകൾ അതിലെ ഫ്ലേവറുകൾ കാണാം, പല പ്രമുഖ സംവിധായകരുടെയും ആഖ്യാന രീതികൾ കാണാം. അതുകൊണ്ട് തന്നെ വാലിബൻ എന്ന സിനിമയെ ഒരു പോപ്പാർട്ടിൽ കാണാം. പോപ്പാർട്ടായി കാണാം. പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായ സിനിമയിലും വായിച്ച കഥകളിലും അങ്ങനെ തുടങ്ങി ഒരുപാട് കാലങ്ങളായി നമ്മൾ കണ്ട് ഉള്ളിൽ കിടക്കുന്ന കുറേ മിക്സറുകളാണ് സിനിമ. വാലിബൻ്റെ വരവിൽ അയാളുടെ കൂർക്കം ഉയർന്നു കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കുംഭകർണനെയാണ്. 6 മാസം ഉറക്കവും 6 മാസവും ഉണർന്നിരിക്കുന്ന കുംഭകർണൻ ഉണരുന്നത് തിന്നാനും യുദ്ധം ചെയ്യാനും മാത്രമാണ്. അങ്ങനെ ഒരു കൂർക്കമ്പലിയിൽ നിന്നുമാണ് വാലിബൻ ഉണരുന്നത്. ഇവിടെ അയാൾ ഉണരുന്ന ഉടനെ സുരപാനം ചെയ്യുന്നു. അവിടെ നമുക്ക് പഴയകാല മോഹൻലാൽ സിനിമകളിലെ മദ്യപാനം ഓർമ്മ വരും. കാലിൽ തുടങ്ങുന്ന ഇൻട്രോ സീൻ പണ്ട് കണ്ട മോഹൻലാൽ കാലുകളെ ഓർമ്മിക്കും. ഇനി അയാൾ എതിരിടുന്ന കേളുമല്ലൻ അവിടെ ഭഗനെ വധിക്കാനിറങ്ങിയ ഭീമസേനനെ കാണാം. ചുവന്ന ദുപ്പട്ട കാറ്റിൻ്റെ പ്രതീകമാണ്. ഭീമൻ വായുപുത്രനാണ്. ഒരു ചുഴലിക്കാറ്റായി അയാൾ കേളുമല്ലനെ കെട്ടുകെട്ടിക്കുന്നു. ഭഗന് മുന്നിൽ നിന്ന് ലാഘവത്തോടെ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് ഓടിയെടുത്ത ഭഗനെ കാറ്റിൽ പറത്തിയ മോഹൻലാൽ മാനർസമുള്ള ഭീമസേനൻ്റെ ചരിത്രമുള്ള മലൈക്കോട്ടെ വാലിബൻ അവതരിച്ചിരിക്കുന്നു. അടുത്ത എപ്പിസോഡ് അയാളുടെ പ്രണയമാണ്. കുതിരപ്പുറത്തേറി യുദ്ധക്കളത്തിലേക്ക് വന്ന് കുതിരയെ നഷ്ടപ്പെട്ട രാജകുമാരൻ, അശ്വമേധം നയിച്ച് രാജ്യം നഷ്ടപ്പെട്ട രാമനെയും സീതയെ ഉപേക്ഷിച്ചു പോയ രാമനെയും ഓർമ്മ വന്നേക്കാം. പ്രണയത്തെ ഉപയോഗിച്ച അവതരണ ശൈലി ഒരു ഗസൽ കേട്ടിരിക്കുന്ന അനുഭവമാണ് നൽകുന്നത്. അതിൻ്റെ വിഷ്വൽ കാണുമ്പോൾ ഇരുവറിലെ തമിഴ് സെൽവനെയും ചെന്താമരയെയും ഓർമ്മ വന്നേക്കാം. കുതിരയെ തിരിച്ചു കിട്ടിയപ്പോൾ യോദ്ധാവ് യാത്രയാവുകയാണ്. അവിടെയും ആ വായുപുത്രനെ കാണാം. എതിരാളിക്ക് കൊടുങ്കാറ്റായ മാരുതൻ പ്രണയിനികൾക്ക് മന്ദമാരുതനായി തഴുകി കടന്നുപോകും. അതൊരു കാറ്റ് പോലെ എവിടെയും തങ്ങി നിൽക്കാതെ കടന്നു പോകുന്നു. ആദ്യ എപ്പിസോഡായ മല്ലയുദ്ധവും രണ്ടാമത്തെ പ്രണയവും കഴിഞ്ഞ് മൂന്നാമത്തെ എപ്പിസോഡിലെത്തുമ്പോൾ കുറച്ച് ശ്രീകൃഷ്ണ സ്വഭാവത്തിൽ വരുന്ന വാലിബനെ കാണാം. സ്റ്റേജിൽ കയറിയ ആട്ടക്കാരിയെ ഉപദ്രവിക്കുന്ന വില്ലനെ നിലംപരിശാക്കി അവളെ മോഹിപ്പിക്കുന്ന വാലിബൻ. ഇവിടെയും നമുക്ക് സ്റ്റേജിലെ മാനരസത്തിൽ ഒരു മോഹൻലാൽ സിനിമയുടെ ഫ്ലേവർ അനുഭവപ്പെടും. അവിടെ അവതരിപ്പിക്കപ്പെടുന്ന ചമതകനെ പുരാണങ്ങളിലെ ശകുനിയോട് ഓർമ്മിപ്പിക്കാം. മൃഗരൂപത്തിൽ അയാളെ കഴുതപ്പുലിയായി കാണാം. ചമതകൻ്റെ ചിരി ഒരു ശവന്തീനി കഴുതപ്പുലിയെ ഓർമ്മിപ്പിക്കും. അതേസമയം പക കൊണ്ട് നടക്കുന്ന കാളകൂട സർപ്പമാണ് അയാൾ. ഭീമസേനന് വാസുകിയുടെ വിഷം തീണ്ടുന്ന പുരാണകഥ ഇവിടെ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും. ഇനി പറങ്കിപ്പടയുടെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ മണികണ്ഠൻ്റെ ജയബേരിയിൽ ഒരു റോക്കി ബായ് റെഫറൻസ് കാണാം. ചുവന്ന കളർ സാമ്രാജ്യത്തെയും മഞ്ഞ കളർ പോരാളികളെയും റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നു. വാലിബനെ എതിരിടാൻ വരുന്ന പോർച്ചുഗീസ് രാജാവും റാണിയും ലിജോയുടെ തന്നെ ഡബിൾ ബാരലിലെ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കയറിൽ കുരുങ്ങി നിൽക്കുന്ന വാലിബൻ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷത്തിൽ പഴയകാല ഇന്ത്യൻ സിനിമകളിലെ ക്യാബറേ ഡാൻസും ഷോലെ റെഫറൻസും കാണാം. രക്ഷപ്പെടുന്ന വാലിബൻ ഇരുമ്പ് വേലിയെടുത്ത് ഓടുമ്പോൾ പാദമുദ്രയിലെ കുട്ടപ്പൻ്റെ ഫ്ലേവർ കാണാം. അവസാനം പോർച്ചുഗീസ് കോട്ട കത്തുമ്പോൾ അരക്കില്ലം തീയിട്ട് പാണ്ഡവന്മാരെ രക്ഷിച്ച് രഹസ്യവഴിയിലൂടെ രക്ഷപ്പെടുന്ന ഭീമസേനനെ കാണാം. കാളവണ്ടിയിൽ യാത്ര തിരിക്കുമ്പോൾ മാണിക്കിനെയും കാർത്തുമ്പിയെയും ഓർമ്മിച്ചേക്കാം. നീ തീർന്ന് എന്ന് പറയുമ്പോൾ ബൈജുവിനെ ഓർമ്മ വരാം. അങ്കപ്പാര് എന്ന് പറയുമ്പോൾ അങ്കപ്പാര് കണ്ണ എന്ന രജനീകാന്ത് ഡയലോഗ് ഓർമ്മ വരും. സിനിമകളിലെ ഫൈറ്റുകളിൽ നിസ്സഹായനായി നിൽക്കുന്ന വാലിബൻ യോജിംബോയിലെ പേരില്ലാത്ത ആശാനില്ലാത്ത സാമ്രായിയെ ഓർമ്മിപ്പിക്കും. റെട്രോ സൂമുകൾ ടറന്റിനോയെ ഓർമ്മിപ്പിക്കും. റാക്ക് പാട്ട് വിഷലുകൾ ദ ഫാൾ സിനിമയും ലാലിൻ്റെ തന്നെ ഒരുപാട് സിനിമകളിലെ കള്ളുകുടി പാട്ടുകളും ഓർമ്മ വരും. അവസാനങ്ങളിലേക്ക് വരുമ്പോൾ അച്ഛനെ തേടിയുള്ള യാത്രയിൽ കവചകൊണ്ടലങ്ങൾ കാണുമ്പോൾ നമുക്ക് സൂര്യപുത്രനായ കർണനെ ഓർമ്മ വരും. അതുപോലെ തന്നെ വായുപുത്രനായി അച്ഛനെ തേടി പോകുന്ന ഭീമസേനനെ ഓർമ്മ വരും. അതേപോലെ തന്നെ പാദമുദ്രയിലെ കുട്ടപ്പനെയും ജാരസന്തതിയായ കുട്ടപ്പനെയും നമുക്ക് ഓർമ്മ വരും. അങ്ങനെ മൊത്തത്തിൽ വാണിജ്യ സിനിമയുടെ പുതിയൊരു ആഖ്യാന ശൈലി തീർക്കുന്ന അല്ലെങ്കിൽ ഒരു പോപ്പാട്ട് വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് വാലിബൻ. നമ്മൾ കേട്ടു വളർന്ന നാടോടി കഥകൾ, നമ്മൾ കണ്ടു വളർന്ന മോഹൻലാൽ, അതുപോലെ തന്നെ നമ്മൾ വായിച്ച പുരാണങ്ങൾ, നമ്മളെ അതിശയപ്പെടുത്തിയ സംവിധായകർ, സിനിമകൾ, അങ്ങനെ എല്ലാ ഈ പോപ്പുലർ ആർട്ടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ മനസ്സിലിങ്ങനെ കയറി കൂടിയിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് ഒരു മിക്സറുകൾ ചേർത്തിട്ടുള്ളൊരു പുതിയ ഒരു അവതാരം. അതാണ് PS റഫീഖും ലിജോ ജോസ് എന്ന സംവിധായകനും കൂടി ചെയ്തു വെച്ച വാലിബൻ എന്ന കഥാപാത്രം. അതിനെ വളരെ മനോഹരമായി നമ്മുടെ ലാൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാൽ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചലിക്കുന്നില്ല, പേശികൾ അനങ്ങുന്നില്ല, ഭാവങ്ങൾ വരുന്നില്ല. വളരെ ഒരു നിസ്സഹായനായ അവസ്ഥയിലൊന്നും ലാലിനെ കാണുന്നില്ല. എപ്പോഴും സൂപ്പർ സ്റ്റാർ സ്ഥാനങ്ങൾ മാത്രം കാണുന്ന ഒരു ലാലിനെ കാണുന്നു എന്ന് പരാതി കേൾക്കുന്നിടയിൽ വാലിബനായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു. ഈ സിനിമ ഡൈജസ്റ്റ് ആവാൻ കുറച്ച് കാലതാമസം വരും എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഗുരു സിനിമയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ദേവദൂതനൊക്കെ പോലെ തന്നെ കുറച്ച് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് കാലതാമസം വരും എന്നാണ് തോന്നുന്നത്. ഓർക്കുക, ഇന്ന് ലോകത്തിൽ ഏറ്റവും 5 നല്ല റൊമാൻറ്റിക് ചിത്രങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അതിൽ ലിസ്റ്റിൽ ഒന്ന് വരുന്നത് തൂവാനത്തുമ്പികൾ എന്ന പത്മരാജൻ്റെ ചിത്രമാണ്. അത് തിയേറ്ററിൽ പരാജയപ്പെട്ട ചിത്രമായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.
മറ്റൊരു സിനിമയുടെ വിശേഷമായി കാണാം. അതുവരേക്കും ബൈ.